ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ട എന്ന ആരോപണം ഉന്നയിക്കുന്നവർക്ക് മറുപടിയുമായി ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ തങ്ങളോട് വിവേചനം കാണിച്ചിട്ടില്ല എന്നും സർക്കാർ തന്നെ വിവിധ പദ്ധതികൾ തങ്ങളെ ഏൽപ്പിക്കാറുണ്ട് എന്നും അദ്ദേഹം ജനം TVയോട് പറഞ്ഞു. സർക്കാരുമായി സഹകരിച്ചാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത്. ബസ്തർ മേഖലയിലെ ജനങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഈ ബസ്തർ ഏരിയയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു എതിർപ്പോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ഈ 7 ജില്ല എടുത്താൽ അങ്ങനെ ഒരു എന്താ പറയുന്നത് തിരിച്ച് വ്യത്യാസത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ആൾക്കാർക്ക് അഭിമാനമേ ഉള്ളൂ. അതുപോലെ നമ്മുടെയൊക്കെ ഹോസ്റ്റലുകളിലേക്കും സ്കൂളിലേക്കും ഒക്കെ കുട്ടികളെ വിടാനായിട്ട് നമുക്കറിയാം ആർക്കും അതിനോട് താല്പര്യമുള്ളൂ. ആ രീതിയിൽ സർവീസ് എല്ലാവരും വിലമതിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബാലഗിരി ഒരു ഉദാഹരണമാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അതുപോലെ നബാർഡ് പ്രോഗ്രാംസ് അങ്ങനെയുള്ളത് ഗവൺമെൻറ് നമ്മുടെ ഒരു NGO ആയിട്ട് കണ്ട് ഏൽപ്പിച്ച് നമ്മൾ ചെയ്തു പോകുന്നതാണ്. പൊതുവേ നമ്മളോട് അങ്ങനെ ഒരു തിരിച്ചു വ്യത്യാസമില്ല. പിന്നെ ചുരുക്കം ചില ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നതെല്ലാം മതപരിവർത്തനത്തിന് വേണ്ടിയാണോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളതേ ഉള്ളൂ. പക്ഷേ അത് ഒരിക്കലും അതങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരായിട്ടും വന്നിട്ടില്ല.